യേശു കൂടെയുണ്ടെങ്കിൽ എപ്പോഴും സന്തോഷമായിരിക്കും. യേശു കൂടെയുണ്ടെങ്കിൽ കണ്ണുനീർ മാറിപ്പോകും. യേശു ഉള്ള ജീവിതത്തിൽ ദുഃഖം അലട്ടുകയില്ല. യേശുവിനോടൊപ്പമുള്ള യാത്രയിൽ അലച്ചിൽ തെല്ലുമേ ഉണ്ടാവുകയില്ല. യേശുവിനെ കൂടെ കൂട്ടാമെങ്കിൽ ജീവിതത്തിൽ വന്നു പോയേക്കാവുന്ന പ്രതിസന്ധികൾ ധൈര്യമായി തരണം ചെയ്യാം. സകല പരാജയത്തിൻ്റെ അവസ്ഥകളും യേശുവിൻ്റെ നാമത്തിൽ വിജയകരമായി മാറുവാൻ പോകുന്നു. നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. ഇവിടെ നമ്മുടെ ചിന്താവിഷയത്തിൽ യേശു കർത്താവ് പറഞ്ഞത് മണവാളൻ കൂടെയുള്ളപ്പോൾ തോഴ്മക്കാർക്ക് ദുഃഖിപ്പാൻ കഴിയുകയില്ല എന്നാണ്. അതിന് കാരണം അന്നൊക്കെ പരീശന്മാരും യോഹന്നാൻ്റെ ശിഷ്യന്മാരും ആത്മീയ വിശുദ്ധിയുടെയും മാനസാന്തരത്തിൻ്റെയും ഭാഗമായി പതിവായി ഉപവസിച്ചിരുന്നു. എന്നാൽ യേശുവിൻ്റെ ശിഷ്യന്മാർ ഉപവസിക്കാതെ സന്തോഷത്തോടെ കഴിയുന്നത് കണ്ടപ്പോൾ പഴയ നിയമ ആചാരങ്ങളിൽ ഉറച്ചു നിന്നിരുന്നവർക്ക് അതിൻ്റെ കാര്യം മനസ്സിലായില്ല. ഇന്നും ഇങ്ങനെയുള്ള ചിലരെ നമുക്ക് കാണുവാൻ കഴിയും. ചില പാരമ്പര്യങ്ങളിൽ നിന്നും പുറത്തു വരാത്തവർ, പഴയ ചില ശീലങ്ങൾ ഇപ്പോഴും തുടർന്നു കൊണ്ടേയിരിക്കുന്നവർ, സൗഖ്യവും സമാധാനവും നന്മയുമൊക്കെ യേശുവിൻ്റെ നാമത്തിൽ നേടുന്നവരാണ്. പക്ഷേ യേശുവിനെ അനുഗമിക്കുന്നതിനോ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നതിനോ താല്പര്യമില്ലാത്തവരായിരിക്കും. യോഹന്നാൻ്റെ ശിഷ്യന്മാർ യേശുവിനോട് കാരണം തിരക്കി. പഴയ നിയമത്തിൽ ദൈവത്തെ ഇസ്രായേലിൻ്റെ മണവാളനായി ചിത്രീകരിച്ചിട്ടുണ്ട്. ഇവിടെ യേശു തന്നെ മണവാളൻ എന്ന് വിശേഷിപ്പിക്കുന്നതിലൂടെ താൻ ദൈവപുത്രനായ മശിഹായാണെന്ന് വെളിപ്പെടുത്തുന്നു. അതുപോലെ യേശുവിനോടൊപ്പമുള്ള ശിഷ്യന്മാർ ഒരു കല്യാണ വീട്ടിലെ സന്തോഷത്തിൽ പങ്കുചേരുന്ന അതിഥികളെ പോലെയാണ് തോഴന്മാർ എന്ന പേരിൽ ഉപമിച്ചിരിക്കുന്നത്. ഒരു വിവാഹാഘോഷം നടക്കുമ്പോൾ അവിടെ ആരും ഉപവസിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്യാറില്ല. അവിടെ സന്തോഷവും ആഹ്ലാദവുമായിരിക്കും ഉണ്ടാകാറുള്ളത്. യേശു കൂടെയുള്ളത് ഒരു വിവാഹ വീട് പോലെയാണ്. ലോകത്തിൻ്റെ മശിഹ കൂടെയുള്ളപ്പോൾ ശിഷ്യന്മാർക്ക് ദുഃഖിക്കുവാനോ ഉപവസിക്കുവാനോ അവസരമില്ല. കാരണം അത് ആനന്ദത്തിൻ്റെ സമയമായിരിക്കും. മണവാളൻ വിട്ടുപിരിയുന്ന കാലമെന്നത് കർത്താവിൻ്റെ കുരിശുമരണത്തെക്കുറിച്ചുള്ള പ്രവചനമാണ്. യേശു അവരിൽ നിന്ന് വേർപിരിയുന്ന ആ ദുഃഖത്തിൻ്റെ സമയത്ത് ശിഷ്യന്മാർക്ക് ഉപവസിക്കേണ്ടി വരുമെന്നാണ് കർത്താവ് മറുപടി പറഞ്ഞത്. ഉപവാസം വെറുമൊരു ബാഹ്യ ആചാരമല്ല. അത് ദൈവവുമായുള്ള വ്യക്തിപരമായ ബന്ധത്തെയും ഹൃദയത്തിൻ്റെ അവസ്ഥയെയും ആശ്രയിച്ചിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ സാന്നിധ്യം തന്നെ അനുഗമിക്കുന്നവരുടെ ജീവിതത്തിൽ ആത്മീയമായും ഭൗതികമായും സന്തോഷം നൽകുന്നത് തന്നെയാണ്. ഇതുവരെയും ജീവിതത്തിൽ ദുഃഖത്തിൻ്റെയും നിരാശയുടെയും അലകൾ ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജീവിതം സന്തോഷപൂർണ്ണമായി മാറുന്നതിനായി യേശുവിനെ അനുഗമിച്ചാൽ മാത്രം മതി.